നമ്മളിനി അടുത്തതായിട്ട് നോക്കുന്നത് ഒരു പി ഡി എനെ സി എഫ് ജിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ സി എഫ് ജിനകത്ത് നിന്ന് പി ഡി എനെ എങ്ങനെയായിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്ന് പഠിച്ചായിരുന്നു. ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് പി ഡി എനെ എങ്ങനെ സി എഫ് ജി ആയിട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് ഇൻപുട്ടായിട്ട് തരുന്നത് ഒരു പി ഡി ആയിരിക്കും. അത് 7 ടപ്പിൾസ് ആയിരിക്കും. നമ്മൾ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും കിട്ടേണ്ടത്? സി എഫ് ജി, അത് 4 ടപ്പിൾസിലായിരിക്കും കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും തരുന്നത്. ഇതുപോലെ കൺവേർട്ട് ദി ഗിവൺ പി ഡി എ ടു സി എഫ് ജി എന്ന് പറഞ്ഞിട്ട് പി ഡി എയുടെ 7 ടപ്പിൾസും പിന്നെ നമ്മുടെ ആ ട്രാൻസിഷൻ ഫംഗ്ഷൻസും താഴെ ഇതേപോലെ ഇത്രയും തന്നിരിക്കും. ഇത്രയായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ പി ഈക്വൽ ടു ക്യൂ പി 01 എക്സ് സെഡ് ഡെൽ ക്യൂ 0 ഇസഡ് എന്നിട്ട് ഡെൽ ഓഫ് ക്യൂ 1 ഇസഡ് ഈക്വൽ ടു ക്യൂ 1 എക്സ് സെഡ്. അപ്പോൾ പുഷ് ചെയ്യുന്നതിൻ്റെയും ഓപ്പ് ചെയ്യുന്നതിൻ്റെയും ഓപ്പറേഷൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് ആൻസർ വരുമ്പോഴത്തേക്ക് ഫസ്റ്റിൽ നമ്മൾ ഗ്രാമറിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞ് എഴുതും. എന്തൊക്കെയുണ്ട് നമ്മുടെ ഗ്രാമറിനകത്ത്? ബി ടി പി എസ് ഈ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു ഗ്രാമറിനകത്ത്, അതായത് ഒരു സി എഫ് ജിക്കകത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ വി അതിനകത്തുള്ള ഫസ്റ്റാണ് വി. വി എന്ന് പറയുന്നത് വി നമ്മൾ എങ്ങനെയാണ് എഴുതുന്നതെന്നാണ് നോക്കുന്നത്. അപ്പം വിക്കകത്ത് ഇതാ നോക്കിയേ, ആദ്യമേ എസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് ആണ്. ആ എസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അടുത്തത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ക്യൂ എക്സ് ക്യൂ. ഈ ക്യൂ എക്സ് ക്യൂ എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പുഷ് ഡൗൺ ഓട്ടോമാറ്റയുടെ 7 ടപ്പിൾസ് എഴുതിയിരിക്കുന്നുണ്ടോ, അതിനകത്ത് ആ ഫസ്റ്റ് എലമെൻറ്റ്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ക്യൂവിനകത്ത് വരുന്ന ക്യാപിറ്റൽ ക്യൂവിനകത്ത് വരുന്ന എലമെൻറ്റ്സ് ക്യൂവും സ്മോൾ പിയും, പിന്നെ ആ എക്സും ഇസഡും കണ്ടോ ആ മൂന്നാമത് കിടക്കുന്നത്, അതായത് നമ്മുടെ ടോയുടെ വാല്യൂസ് ആയിട്ടുള്ള എക്സും ഇസഡും ഇത് രണ്ടും ക്രോസ് ചെയ്തിട്ടാണ് നമ്മളത് എഴുതുന്നത്. അതായത് ക്യൂ എക്സ് ക്യൂ മനസ്സിലായോ? ക്യൂ ഫസ്റ്റ് കിടക്കുന്ന ക്യൂവിന് എക്സ് ആദ്യത്തെ എക്സും പിന്നെ ആ ക്യൂ ആയിട്ട് തന്നെ ഉള്ള പെയർ എഴുതുക. ക്യൂ എക്സ് പി എന്ന് പറയുന്നൊരു പെയർ എഴുതുക. പിന്നെ പി എക്സ് ക്യൂ എന്ന് പറയുന്ന പെയർ എഴുതുക. പി എക്സ് പി എന്ന് പറയുന്ന പെയർ എഴുതുക. മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. ഈ വി നോക്കിയേ, ഫസ്റ്റിൽ ഞാൻ എഴുതിയിരിക്കുന്നത് എന്താണ്? ക്യൂ എക്സ് ക്യൂ, ക്യൂ എക്സ് പി, പി എക്സ് ക്യൂ, പി എക്സ് പി, അതായത് എക്സ് വരുന്ന കേസ് ഞാൻ എഴുതി. അതിനുശേഷം നമ്മുടെ ഇസഡ് വരുന്ന കേസും അതേപോലെ എഴുതണം. ക്യൂ ഇസഡ് ക്യൂ, ക്യൂ ഇസഡ് പി, പി ഇസഡ് ക്യൂ, പി ഇസഡ് പി. അപ്പം നമ്മുടെ ടോയും ക്യൂവും കൂടി ക്രോസ് ചെയ്തിട്ട് വരുന്ന എല്ലാ വാല്യൂസും നമ്മൾ വിക്ക് കൊടുക്കും. അപ്പം വിയുടെ വാല്യൂസ് ഇത്രയും കഴിഞ്ഞു. മനസ്സിലായല്ലോ? സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് എസ് കൊടുക്കും. പിന്നെ നമ്മുടെ ക്യൂവിൻ്റെയും ടോയുടെയും വാല്യൂസ് തമ്മിൽ ക്രോസ് ചെയ്തിട്ടുള്ള എല്ലാ കോമ്പിനേഷൻസും നമ്മൾ കൊടുക്കും. അപ്പോൾ നമുക്ക് വി കിട്ടിക്കഴിഞ്ഞു. എസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് ആണ്. പിന്നെ നമുക്കിനി കൊടുക്കാനുള്ളത് പ്രൊഡക്ഷൻസ് ആണ്. പ്രൊഡക്ഷൻസ് എഴുതുമ്പോഴത്തേക്ക് ആദ്യമേ നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് ടെൻസ് ടു എന്ന് പറഞ്ഞ് ഒരെണ്ണം എഴുതണം. അത് എഴുതുന്നത് ഇപ്പോൾ ഞാൻ ഇത് എഴുതിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് എസ് ടെൻസ് ടു ക്യൂ ഇസഡ് ക്യൂ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ എസ് ടെൻസ് ടു ക്യൂ ഇസഡ് പി എന്ന് പറഞ്ഞു എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് എഴുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ എഴുതിയ ഇതെടുക്കുക. ഇതിനകത്ത് കണ്ടോ, ഇതിനകത്ത് ലാസ്റ്റ് കിടക്കുന്ന ക്യൂ ഉണ്ടോ, ആ ക്യൂവും ആദ്യമേ ആ കിടക്കുന്ന ക്യൂ, അതിനുശേഷമുള്ള ഇസഡ്, അതിനുശേഷം ഈ നമ്മുടെ പ്രൊഡക്ഷൻസിനകത്ത് ക്യൂവിൻ്റെ വാല്യൂസ് ഉണ്ടല്ലോ, ക്യൂവും പിയും, അതാണ് അതിൽ ആദ്യത്തെ ക്യൂ. അതായത് ആദ്യത്തെ ക്യൂ നമ്മളെടുക്കും. അതായത് ഈ ലാസ്റ്റ് കിടക്കുന്ന ക്യൂ, പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് കിടക്കുന്ന ഇസഡ്, ഫസ്റ്റ് കിടക്കുന്ന ഇതിനകത്ത് കിടക്കുന്ന ക്യൂ. അപ്പം നമ്മൾ അതിനെ എടുത്തിട്ടാണ് എസ് ടെൻസ് ടു ക്യൂ ഇസഡ് ക്യൂ എന്ന് പറഞ്ഞ് ഫസ്റ്റിൽ എഴുതുന്നത്. അതിനുശേഷം വീണ്ടും എസ് ടെൻസ് ടു ക്യൂ ഇസഡ് പി, ആ രണ്ടാമത് എടുക്കുന്ന ആൽഫബറ്റ് ഉണ്ടോ, ആ പീനെ എടുത്ത് നമ്മൾ എഴുതും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ ഇങ്ങനെ വരും. എന്താണ്? എസ് ടെൻസ് ടു ക്യൂ ഇസഡ് ക്യൂവും എസ് ടെൻസ് ടു ക്യൂ ഇസഡ് പി. ക്യൂ എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ സ്റ്റേറ്റും ഇസഡ് എന്ന് പറയുമ്പോൾ ഫൈനൽ സ്റ്റേറ്റുമാണ്, അത് മറക്കരുത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ 2 പ്രൊഡക്ഷൻസ് എഴുതിയെഴുതും. പിന്നെ അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊഡക്ഷൻസ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ ട്രാൻസിഷൻ ഫംഗ്ഷൻസ് ഉണ്ടല്ലോ, അതിൽ ഫസ്റ്റ് ട്രാൻസിഷൻ ഫംഗ്ഷനായിട്ടുള്ള ഡെൽ ഓഫ് ക്യൂ 1 ഇസഡ് ഈക്വൽ ടു ക്യൂ എക്സ് ഇസഡ് എന്ന് പറയുന്ന ട്രാൻസിഷൻ ഫംഗ്ഷൻ നമ്മളിതാ ഇതേപോലെ എടുത്തെഴുതും. എന്നിട്ട് ഇത് എഴുതുമ്പോഴത്തേക്ക് നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റിലെ ആദ്യമേ നമ്മൾക്ക് എന്താണ് 2 എണ്ണമാണ് ഇവിടെ പുഷ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ലാസ്റ്റിലെ ക്യൂ എക്സ് സെഡ് എന്ന് പറഞ്ഞ് 2 എണ്ണം കിടപ്പുണ്ട്. അതേപോലെ തന്നെ നമുക്ക്
രണ്ട് ഇൻപുട്ടാണ് ഉള്ളത്, ക്യൂവും പിയും. അപ്പം 2 ഇൻപുട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് 4 പ്രൊഡക്ഷൻസ് അവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് 2 ഇൻപുട്ടും 2 ഓപ്പറേഷൻസിൻ്റെ അടുത്ത് 2 എണ്ണം ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് 4 എണ്ണം, അതായത് 4 പ്രൊഡക്ഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ പറയാം, നമുക്ക് 2 ഇൻപുട്ടുണ്ട്, ക്യൂവും ഇസഡും. അതേപോലെ തന്നെ ക്യൂ എക്സ് സെഡ് എന്ന് പറഞ്ഞ് പുഷ് ഓപ്പറേഷൻ നടക്കുന്നു. ഈ എക്സ് സെഡ് എന്ന് പറഞ്ഞ് 2 എലമെൻറ്റ് വന്നുകൊണ്ട് നമുക്ക് എന്താണ് 4 ഓപ്പറേഷൻസ് നടത്താൻ പറ്റും. 4 പ്രൊഡക്ഷൻസ് നമുക്ക് കിട്ടും. അപ്പം അതിനുശേഷം ഈ ഡെൽ ഓഫ് ക്യൂ അപ്പോഴത്തേക്ക് നമ്മൾ ആദ്യമേ ഈ ഡെൽ ഓഫ് Q1 ഇസഡിനകത്തുള്ള ക്യൂ എടുത്ത് ആദ്യമേ എല്ലാത്തിൻ്റെയും ഫസ്റ്റിലെ ക്യൂ കൊടുക്കും. അതിനുശേഷം Q1 ഇസഡ് അതിൻ്റെ ഏറ്റവും മൂന്നാമത് കിടക്കുന്ന വാല്യൂ എടുത്ത് നമ്മൾ രണ്ടാമത് എല്ലാത്തിനും കൊടുക്കും. അതിനുശേഷം നമുക്ക് 2 ഇൻപുട്ടാണുള്ളത്, ക്യൂവും ഇസഡും. അപ്പം 2 എണ്ണം നമ്മൾ എന്താ ചെയ്യുക, ആ 2 ഇൻപുട്ടും 2 വെച്ച് പെയറാക്കി കൊടുക്കും. അതായത് ക്യൂ ഇസഡ് ക്യൂ, ക്യൂ ഇസഡ് ക്യൂ, ക്യൂ ഇസഡ് പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. അതിനുശേഷം ടെൻസ് ടു ഇട്ടതിന് ശേഷം നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന 1 ഉണ്ടല്ലോ, എല്ലാത്തിനും 1 ഇട്ട് കൊടുക്കും ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന. എന്നിട്ട് നമ്മുടെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 2 സ്ക്വയർ ബ്രാക്കറ്റ് എന്താണ്, നമ്മുടെ RHSൽ 2 സ്ക്വയർ ബ്രാക്കറ്റ് ആയിരിക്കും വരുന്നത്. അപ്പം ആദ്യം കിടക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഫസ്റ്റിലെ നമ്മൾ എന്താ എടുത്തെഴുതുന്നത്, ആ ക്യൂ ഉണ്ടല്ലോ, ക്യൂ എക്സ് സെഡിനകത്തുള്ള ക്യൂ എടുത്ത് നമ്മൾ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതിനുശേഷം എക്സ് ഉണ്ടല്ലോ, ആ എക്സ് എടുത്ത് നമ്മളെല്ലാവർക്കും ഫസ്റ്റ് കിടക്കുന്ന എല്ലാവർക്കും ആ എക്സ് എടുത്തും കൊടുക്കും. അതിനുശേഷം ഇസഡ് എന്ന് പറയുന്നത് എടുത്ത് നമ്മളെന്താണ് രണ്ടാമത്തെ സ്ക്വയർ ബോക്സിൻ്റെ സെൻറ്ററിൽ ഇൻപുട്ടായിട്ടുണ്ടല്ലോ കൊടുക്കും. അതിനുശേഷം ഈ ക്യൂ പി എന്നുള്ള, അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മുടെ ഇൻപുട്ട്സ് ഇതിന് കൊടുക്കും. അതായത് RHSലെ ഫസ്റ്റ് എലമെൻറ്റിന് എന്താണ് മൂന്നാമത്തെ ഫസ്റ്റ് എലമെൻറ്റിന് നമ്മളെന്താണ് ഇൻപുട്ട് ക്യൂ പി എന്ന് ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുക്കും. എന്നിട്ട് അതേ ഇൻപുട്ട് തന്നെ നമ്മുടെ രണ്ടാമത്തെ സ്ക്വയർ ബ്രാക്കറ്റിലും സെയിം ആയിട്ട് അവിടെയും കൊടുക്കും. അതിനുശേഷം ലാസ്റ്റ് ഉണ്ടല്ലോ, ലാസ്റ്റ് ക്യൂ പി അത് നമ്മൾ എന്താണ് ഫസ്റ്റിലെ LHSൽ തേർഡ് എലമെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ക്യൂ പി പെയർ ഉണ്ടല്ലോ, അതേപോലെ തന്നെ ലാസ്റ്റിലും കൊടുക്കും. ചിലപ്പോൾ ഇത് ജസ്റ്റ് കൺഫ്യൂസ് ആവും, വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുത്തിരുന്നാൽ മതി. അതായത് ഡെൽ ഓഫ് Q1 ഇസഡ് ഈക്വൽ ടു ക്യൂ എക്സ് സെഡ് എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ആ ഡെൽ ഓഫ് ക്യൂ എന്ന് പറഞ്ഞ് കിടക്കുന്ന ആ എലമെൻറ്റ് നമ്മൾ ഇപ്പം 4 പ്രൊഡക്ഷൻസിനും ഫസ്റ്റിലേ കൊടുക്കും. ഈ 4 പ്രൊഡക്ഷൻസ് എന്തുകൊണ്ടാണ് വന്നത്, നമുക്ക് എക്സ് സെഡ് എന്ന് പറഞ്ഞും കിടപ്പുണ്ട്. അതായത് ക്യൂ എക്സ് സെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ആൽഫബറ്റിൻ്റെ മുകളിൽ മറ്റൊരു ആൽഫബറ്റ് നമ്മൾ പുഷ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 2 സ്റ്റേറ്റ്സും ഉണ്ട്. അതുകൊണ്ടിട്ടാണ് നമുക്ക് 4 പ്രൊഡക്ഷൻസ് വരുന്നതും, അതുകൊണ്ടാണ് 4 ആയിട്ട് നമ്മൾ എഴുതുന്നത്. അപ്പം ഈ ഡെൽ ഓഫ് Q1 ഇസഡിലെ ക്യൂ നമ്മൾ 4 എണ്ണത്തിനും ഫസ്റ്റിലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്നിട്ട് അതിലെ ഇസഡ് നമ്മൾ രണ്ടാമത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിനുശേഷം നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ക്യൂവും പിയും, അതായത് ഓൾട്ടർനേറ്റ് ആയിട്ടല്ല, അടുപ്പിച്ചടുപ്പിച്ച് 2 ക്യൂവും 2 പിയും അടുപ്പിച്ചടുപ്പിച്ച് നമ്മളിതിന് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന 1 എല്ലാത്തിനും ഈ 4 എണ്ണത്തിനും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിനുശേഷം ക്യൂ എക്സ് സെഡിലെ ക്യൂ എടുത്ത് നമ്മൾ ആദ്യത്തെ സ്ക്വയർ ബ്രാക്കറ്റിൽ എല്ലാവർക്കും കൊടുക്കും. അതിനുശേഷം ആ എക്സ് ഉണ്ടല്ലോ, നമ്മൾ മുകളിലോട്ട് പുഷ് ചെയ്ത് വെക്കുന്ന എലമെൻറ്റ്, ആ എക്സ് എടുത്ത് ആദ്യത്തെ സ്ക്വയർ ബ്രാക്കറ്റിൽ എല്ലാവർക്കും കൊടുക്കും. എന്നിട്ട് ഇസഡ് എടുത്ത് രണ്ടാമത്തെ സ്ക്വയർ ബ്രാക്കറ്റിൽ നടുക്ക് എല്ലാവർക്കും കൊടുക്കും. അതിനുശേഷം ഫസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിൽ മൂന്നാമതൊരു എലമെൻറ്റ് കൊടുക്കട്ടെ, അവിടെ ക്യൂവും പിയും, അതായത് എയും ബിയും ആണെങ്കിൽ എയും ബിയും അത് ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കും. എന്നിട്ട് അതേ സംഭവം തെറ്റാതെ അതേപോലെ തന്നെ എന്താണ് സെക്കൻഡ് സ്ക്വയർ ബ്രാക്കറ്റിൽ നിന്ന് ഫസ്റ്റിലും കൊടുക്കും. അതിനുശേഷം നമ്മൾ LHSൽ തേർഡ് സ്ക്വയർ ബ്രാക്കറ്റിൽ തേർഡ് എലമെൻറ്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ക്യൂ പി അതേപോലെ തന്നെ നമ്മുടെ RHSൽ സെക്കൻഡ് സ്ക്വയർ ബ്രാക്കറ്റിലും ലാസ്റ്റിൽ കൊടുക്കും. അപ്പം ഇത് 4 നമ്മുടെ ഫസ്റ്റ് ട്രാൻസിഷൻ നമുക്ക് തരുന്ന പ്രൊഡക്ഷൻസ്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക, അടുത്തതെടുക്കും. അതേപോലെ രണ്ടാമത്തെ ട്രാൻസിഷൻ എടുക്കും, ഡെൽ ഓഫ് Q1 എക്സ് ഈക്വൽ ടു ക്യൂ എക്സ് എക്സ്. ഇവിടെയും എന്താണ് ഒരെണ്ണത്തിൻ്റെ പുറത്ത് ഒരെണ്ണം പുഷ് ചെയ്യുവാണ്, എക്സിൻ്റെ പുറത്ത് എക്സ് തന്നെ പുഷ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എത്ര എണ്ണമാണ്, 2 സ്റ്റേറ്റ്സും ഉണ്ട്, 2 എണ്ണം നമ്മൾ പുഷ് ഓപ്പറേഷനും വരുന്നുണ്ട്. അപ്പം നമുക്ക് 4 പ്രൊഡക്ഷൻസ് ഇവിടെയും കിട്ടും. എന്നിട്ട് ഇതിനകത്തും ഡെൽ ഓഫ് Q1 ഇസഡില്ല ക്യൂ എല്ലാവർക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, എക്സും എല്ലാവർക്കും LHSൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിനുശേഷം നമ്മുടെ
ഇൻപുട്ടായിട്ടുള്ള ക്യൂവും പിയും രണ്ട് വെച്ചിട്ട് ആ 4 പ്രൊഡക്ഷൻസിനകത്തും കൊടുക്കും. അതിനുശേഷം നമ്മുടെ ഇൻപുട്ടായിട്ടുള്ള 1 എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഫസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മുടെ ക്യൂ ഉണ്ടല്ലോ, ഫസ്റ്റിലെ ക്യൂ എക്സസിലെ ക്യൂ നമ്മൾ 4 പേർക്കും കൊടുക്കും. എന്നിട്ട് ഫസ്റ്റിലത്തെ എക്സ് എടുത്ത് നമ്മൾ 4 പേർക്കും ആദ്യമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്നിട്ട് രണ്ടാമത്തെ എക്സ് എടുത്ത് രണ്ടാമത്തെ സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ നടുക്ക് കൊടുക്കും. അതിനുശേഷം നമ്മുടെ ഇൻപുട്ട്സ് ക്യൂവും പിയും നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ആദ്യത്തെ സ്ക്വയർ ബ്രാക്കറ്റിൽ 3rd പൊസിഷനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതേപോലെ തന്നെ അത് സെയിം ആയിട്ട് എടുത്തിട്ട് നമ്മൾ രണ്ടാമത്തെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഫസ്റ്റിലത്തെ പ്ലേസിൽ കൊടുക്കും. ഇതിനുശേഷം നമ്മൾ LHSൽ 3rd ആയിട്ട് ഇൻസേർട്ട് ചെയ്ത നമ്മുടെ സ്റ്റേറ്റ്സ് എല്ലാം അതേപോലെ തന്നെ ഈ RHSലെ രണ്ടാമത്തെ സ്ക്വയർ ബ്രാക്കറ്റിലും ലാസ്റ്റിൽ കൊടുക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ മൂന്നാമത്തെ ട്രാൻസിഷൻ എടുക്കും. ഇപ്പോഴത്തേക്ക് ഇവിടെ പോപ്പ് ഓപ്പറേഷനാണ്, കണ്ടോ, ക്യൂ എപ്സിലോൺ എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഡെൽ ഓഫ് ക്യൂ എപ്സിലോൺ എക്സ് ഇക്വൽ ടു ക്യൂ എപ്സിലോൺ എന്ന് പറയുന്നതിൻ്റെ അപ്പോൾ ഒരു പ്രൊഡക്ഷൻ മാത്രമേ അവിടെ ക്രിയേറ്റ് ആവും. അപ്പം ക്യൂ എടുത്ത് ഫസ്റ്റിലെയും കൊടുക്കും, എക്സ് എടുത്ത് രണ്ടാമതും കൊടുക്കും. എന്നിട്ട് രണ്ടാമത്, അതായത് RHS കിടക്കുന്ന ക്യൂ എടുത്ത് മൂന്നാമതും കൊടുക്കും. ഇവിടെ നമ്മുടെ പ്രൊഡക്ഷൻസിൻ്റെ LHSൽ. അതിനുശേഷം എപ്സിലോൺ പോപ്പ് ഓപ്പറേഷനോട് എപ്സിലോൺ ലാസ്റ്റും കൊടുക്കും. ടെൻസ് ടു എപ്സിലോൺ എന്നും പറഞ്ഞ് കൊടുക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒന്നുകൂടെ പറയാം, ഡെൽ ഓഫ് ക്യൂ എപ്സിലോൺ എക്സിനകത്തെ ക്യൂ എടുത്ത് ഫസ്റ്റിലെ നമ്മുടെ പ്രൊഡക്ഷനിൽ കൊടുക്കും. അതിനുശേഷം എക്സ് കൊടുക്കും. അതിനുശേഷം നമ്മുടെ അതായത് RHS കിടക്കുന്ന ക്യൂ എടുത്ത് മൂന്നാമതായിട്ടും നമ്മുടെ പ്രൊഡക്ഷൻ്റെ മൂന്നാമതായിട്ട് LHSലും കൊടുക്കും. അതിനുശേഷം ടെൻസ് ടു എപ്സിലോൺ എന്നും പറഞ്ഞ് നമ്മൾ കൊടുക്കും. നമുക്ക് അടുത്തതുള്ള ട്രാൻസിഷൻ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാം, ഡെൽ ഓഫ് Q0 എക്സ് ഈക്വൽ ടു പി എക്സ് മാത്രമേ ഉള്ളൂ കേട്ടോ, കണ്ടോ, PX മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ 2 പ്രൊഡക്ഷൻസ് മാത്രമേ ക്രിയേറ്റ് ആവൂ. XY ഉണ്ടായിരുന്നെങ്കിൽ 4 ക്രിയേറ്റ് ആയേനെ. ഇവിടെ X മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് 2 ക്രിയേറ്റ് ആവത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ ഈ ക്യൂ എടുത്ത് ആദ്യമേ എഴുതും. നേരത്തെ എഴുതിയതുപോലെ തന്നെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഡെൽ ഓഫ് Q0 എക്സിലെ ക്യൂ എടുത്ത് ഫസ്റ്റിലേ എഴുതും, പിന്നെ എക്സ് എടുത്ത് രണ്ടാമതും എഴുതും. നമുക്ക് ഇൻപുട്ടായിട്ടുള്ള ക്യൂവും പിയും ഉണ്ടല്ലോ, ആ ക്യൂവും പിയും ഓരോന്ന് വെച്ചിട്ട് 2 പ്രൊഡക്ഷനെ ഉള്ളതുകൊണ്ട് ഓരോന്ന് വെച്ചിട്ട് ഓരോരുത്തർക്കും കൊടുക്കും. ഒരു ക്യൂവും കൊടുക്കും, ഒരു പിയും കൊടുക്കും. അതിനുശേഷം നമ്മുടെ ഇൻപുട്ടായിട്ടുള്ള 0 2 പ്രൊഡക്ഷനിലും ഒരേപോലെ കൊടുക്കും. അതിനുശേഷം നമ്മുടെ RHSൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റേ വരത്തുള്ളൂ. അതായത് എക്സ് മാത്രമേ മുകളിൽ RHSലുള്ള നമ്മുടെ ട്രാൻസിഷനിൽ മുകളിൽ RHSൽ എക്സ് മാത്രമേ ഉണ്ടായതുകൊണ്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റേ ഇവിടെ വരത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യുക, ആ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ പി എടുത്ത് ഫസ്റ്റിൽ 2 പേർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. രണ്ടാമത് നമ്മുടെ എക്സ് ഉണ്ടല്ലോ, എക്സ് എടുത്ത് 2 പേർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിനുശേഷം QP ഉണ്ടല്ലോ എഴുതിയിരിക്കുന്ന, ആ QP എടുത്ത് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും കോപ്പി ചെയ്തിട്ട് QP എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പം നമുക്ക് മനസ്സിലായല്ലോ. നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 സ്ക്വയർ ബ്രാക്കറ്റ് വരത്തില്ല, ഒരു സ്ക്വയർ ബ്രാക്കറ്റേ വരത്തുള്ളൂ. ആ ഒരു ചെറിയൊരു വ്യത്യാസം വരുമ്പോഴത്തേക്കുള്ള ആ സ്റ്റെപ്പിൻ്റെ ആ ഒരു ഇതേ ഉള്ളൂ. പിന്നെ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെയും P എപ്സിലോൺ ആണ്. നമുക്ക് നേരത്തെ എവിടെയാണ് Q എപ്സിലോൺ വന്നില്ലേ, ഇവിടെയും പോപ്പ് ഓപ്പറേഷനാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ആദ്യമേ കിടക്കുന്ന ഡെൽ ഓഫ് P1 എക്സിലെ P എടുത്ത് ഫസ്റ്റ് കൊടുക്കും, എക്സ് എടുത്ത് സെക്കൻഡ് കൊടുക്കും. എന്നിട്ട് ട്രാൻസിഷനകത്ത് RHS കിടക്കുന്ന ഫസ്റ്റ് എലമെൻ്റ് എടുത്ത് പ്രൊഡക്ഷനിൽ 3rd കൊടുക്കും. LHSൽ ടെൻസ് ടു 1 കൊടുക്കും. മനസ്സിലായോ? ഇവിടെ 1 കൊടുത്ത് എന്തുകൊണ്ടാണ്, നമുക്ക് ഇവിടെ Q എപ്സിലോൺ എക്സ് ആയിരുന്നു, പക്ഷേ ഇവിടെ P1x ആണ്. അപ്പോൾ ആ 1 ആണ് നമ്മൾ RHSൽ കൊടുക്കുന്നത്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് ആറാമത്തെ ട്രാൻസിഷൻ ഫംഗ്ഷൻ എടുക്കും. അതിനകത്ത് ഡെൽ ഓഫ് P0z ഈക്വൽ ടു QZ. ഇവിടെയും RHSൽ ഒരു Z മാത്രമേ ഉള്ളൂ, 2 എലമെൻറ്റ്സ് ഇല്ല. അപ്പോഴത്തേക്ക് അതുകൊണ്ട് ഇവിടെ 2 പ്രൊഡക്ഷൻസാണ് ക്രിയേറ്റ് ആവുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് എങ്ങനെ എഴുതുന്നത്, ഡെൽ ഓഫ് P0 എക്സിലെ P 2 പേർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, രണ്ടാമത് Z എടുത്ത് കൊടുക്കും. അതിനുശേഷം നമുക്ക് 2 ഇൻപുട്ടുള്ള ക്യൂവും പിയും 2 പേർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിനുശേഷം നമ്മുടെ P0 ഇൻപുട്ടായിട്ടുള്ള 0 2 പേർക്കും കൊടുക്കും. എന്നിട്ട് RHS കിടക്കുന്ന ക്യൂ ഉണ്ടല്ലോ, ആ ഫസ്റ്റ് കിടക്കുന്ന ക്യൂ 2 പേർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്നിട്ട് രണ്ടാമത് കിടക്കുന്ന Z എടുത്ത് 2 പേർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിനുശേഷം നമ്മുടെ LHSൽ 3rd എലമെൻ്റായിട്ട് നമ്മൾ കൊടുത്ത ഇൻപുട്ട്സ് ഉണ്ടല്ലോ, ആ ഇൻപുട്ട്സ്
ഇൻപുട്സ് എല്ലാം നമ്മുടെ സ്റ്റേറ്റ്സ് നമ്മൾ രണ്ടുപേർക്കും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതായത് ഈക്വലായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആയിട്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ആകും. ക്യൂ വരുന്നിടത്ത് ക്യൂവും പി വരുന്നിടത്ത് പിയും വെച്ചിട്ട് നമ്മൾ കൊടുക്കും. അപ്പം നമ്മൾ ഇങ്ങനെയാണ് ട്രാൻസിഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ലാസ്റ്റ് ഈ പ്രൊഡക്ഷൻസ് എല്ലാം കൂടി എടുത്തെഴുതുന്നതിന് മാർക്കുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് എസ് ടെൻസ് ടു ക്യൂ ഇസഡ് പി, എസ് ടെൻസ് ടു ക്യൂ ഇസഡ് പി, ക്യൂ ഇസഡ് ക്യൂ, ക്യൂ ഇസഡ് പി, പിന്നെ നമ്മൾ ഓരോന്ന് കണ്ടുപിടിച്ച ഓരോ ട്രാൻസിഷൻ ഫംഗ്ഷൻസും യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത എല്ലാ പ്രൊഡക്ഷൻസും എടുത്ത് ലാസ്റ്റിൽ ഇതേപോലെ എഴുതുക. ഇങ്ങനെയാണ് നമ്മളൊരു പുഷ് ഡൗൺ ഓട്ടോമാറ്റേനെ CFGയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്.